ഇവിടെ ഉണ്ടായിരുന്ന എത്ര നല്ല നല്ല കല്യാണാലോചനകൾ വന്നതാണെന്നറിയോ? ഗൾഫുകാരെ, ഗവൺമെന്റ് ജോലിക്കാരെ. അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, എന്റെ ഭർത്താവ് ഒരു ധീരനായിരിക്കണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴായി ബിജുക്കുട്ടൻ ചേട്ടൻ ഒരു കളരി കുരുക്കളുടെ ആലോചനയായിട്ട് വന്നത്. ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ അങ്ങ് സമ്മതിച്ച്. ഈ കളരി കുരുക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നില്ലേ? പക്ഷെ മണ്ഡപത്തിലെത്തിയപ്പോഴാണ് എനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. ഞാൻ ആരെ കുറിച്ചാ പറയുന്നതെന്ന് മനസ്സിലായ? എന്റെ ഭർത്താവ്. അന്തിയൂർ കണം അസ്ഥിയൂർ കുരുക്കൾ, വലിയ കളരി കുരുക്കൾ എന്നാ വിചാരം. ഇപ്പൊ വരും. മനുഷ്യ വിളക്ക് എത്തിച്ചു, ഇനി വാ. നിങ്ങൾ വിചാരിക്കും ഉശിരി കൊണ്ടാ നിക്കുന്നേന്ന്. ആ ആളിന്റെ ബലത്തിലാ നിക്കുന്ന എന്നെ. മനുഷ്യ എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. നിങ്ങൾ എന്തിനാ മനുഷ്യ ഇപ്പൊ ഇതൊക്കെ കാണിക്കണേ? കുറെ നാളായില്ല ഇതൊക്കെ എടുത്ത ഓരോ അഭ്യാസങ്ങൾ കാണിച്ചിട്ട്. ഇനി ചിലപ്പോ മറന്നു പോയാലോ? ഇതെന്തോന്ന് സർവേക്കല്ല് കാക്കതൂറി നടക്കുന്ന ദേഹത്തുമൊത്തോ പാട്? അതോ അതാ ഈ ഉറുമയെടുത്തൊന്ന് കറക്കി. ആവശ്യമില്ലാത്ത എല്ലാ സ്ഥലത്തും കൊണ്ട്, ആവശ്യമുള്ള ഒരു സ്ഥലത്തും കൊണ്ടില്ല. അതുകൊണ്ട് ചോര ഒടിയായിരിക്കാൻ ഭസ്മം ഇട്ട് വെച്ചതാ. നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് വീശി തീരത്തേ ഉള്ളു. അറാൻ പറ്റുന്ന വാക്ക് പറയാറേ. നിങ്ങൾ ഇതൊക്കെ എടുത്ത് പ്രയോഗിക്കുമ്പോഴേ ഞാൻ ഉള്ളപ്പോഴേ പ്രയോഗിക്കുള്ളേ. അപ്പൊ ഞാൻ ഉറുമി ഇറക്കുന്ന കാണാൻ നിനക്ക് ഇപ്പോഴും കൊതിയുണ്ടല്ലേ? അതൊന്നും അല്ല. ഇതെങ്ങാനും കഴുത്തെ ചുറ്റി ചോരയും മാറുന്ന അവിടെങ്ങാനും കിടന്ന ആര് വന്ന് രക്ഷിക്കാനാ? എന്റെ പൊന്നു മനുഷ്യ, ഈ കളരി പഠിപ്പിക്കുന്നിടത്ത് മാത്രം ഒറ്റ കുട്ടികളെ കാണാനില്ല. നമ്മുടെ ജംഗ്ഷനിൽ പുതിയൊരു കളരി സെന്റർ തുടങ്ങിയിട്ടുണ്ട്. 100 കുട്ടികൾ പുതിയതായിട്ട് വന്നപ്പോഴത്തേക്കും അഡ്മിഷൻ ക്ലോസ് ആക്കി എന്നാ കേട്ടെ. അറിയാമോ? എന്നാ അവിടുന്ന് പൊളിഞ്ഞുപോയ മാർക്കെങ്കിലും ഇങ്ങോട്ട് വന്നാലും നമുക്ക് അതിന് നിങ്ങൾക്ക് കളരി അറിയണം. നമുക്ക് ഈ കളരി പഠിപ്പിക്കുന്നതൊക്കെ അങ്ങ് നിർത്താം. നിങ്ങൾക്ക് ഞാൻ നല്ലൊരു സെക്യൂരിറ്റി പണി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എടി മുണ്ട് മുറുക്കിയെടുത്ത് പട്ടിണി കിടക്കാം. പക്ഷെ അടിമപ്പണിക്ക് എന്നാ കിട്ടത്തില്ല. 10,000 രൂപ ശമ്പളം. 10,000 കുണുവ. എടി അതെനിക്കൊരു സിഗരറ്റ് വലിക്കാൻ തരുമോ? എനിക്കൊരു 25,000 രൂപ മാസം കിട്ടുന്ന ഒരു സർക്കാർ ജോലി തന്നെ വേണം. 10ാം ക്ലാസ്സിൽ പോയ വിഷയം പിന്നെ എഴുതിയെടുത്തായിരുന്ന 25,000 രൂപ. എന്റെ പൊന്നു മനുഷ്യ, ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേക്ക്. ഇവിടെ കളരി പഠിപ്പിച്ചോണ്ടിരുന്ന ഒന്നും കിട്ടത്തില്ല. അതേ ഇവിടെ ആരും ഇല്ലേ? ന്യൂ അഡ്മിഷൻ ആണെന്ന് തോന്നുന്നു. നീ അവരുമായിട്ട് സംസാരിച്ചില്ലേ? ഞാൻ ഇവിടെ കഠിനമായ ഒരു അടവും പിടിച്ചിരിക്കാം അവരെ ഇംപ്രസ് ചെയ്യാനേ. വീടല്ലേ ഇത്? ഇത് തന്നെ. അതേത്തെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. നല്ലതൊന്നും ആയിരിക്കില്ല. അല്ല, ഇനിയും ഒരുപാട് കേൾക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. വന്നതല്ലേ ഉള്ളൂ. വന്ന കാര്യം പറഞ്ഞില്ല. എനിക്ക് അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് കാണണം. ഏതിക്കുന്നു പോയി കണ്ടോളൂ. അയ്യോ, അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് അല്ല, എനിക്ക് നേരിട്ട് കാണാം. അയ്യോ, അത് ഫ്ലെക്സ് അല്ല, അതിന് ജീവനുണ്ട്. ഗുരുക്കളെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. മനസ്സിലായില്ലല്ലോ. അതെ, ഈ വള്ളുവനാടാൻ അവസാനം വരെ കാണൂ. അതിനേക്കാളും നല്ലത് പഴയതല്ലേ? മനസ്സിലായില്ലല്ലോ. എനിക്ക് ഒരുത്തനെ അടിക്കണം. ഇത് കൊട്ടേഷൻ സെന്റർ അല്ലേ? ഇത് കളരി പഠിപ്പിക്കുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്ക്. അയ്യോ ഗുരുക്കളെ, എനിക്കത് അറിയാം. എനിക്ക് ഒരുത്തന്റെ അടുത്ത് പ്രതികാരം വീട്ടണം. അതിന് ഗുരുക്കൾ എനിക്ക് കുറച്ച് അടവുകൾ പഠിപ്പിച്ചു തരണം. എന്റെ അച്ഛനെ തല്ലിയവനെ എനിക്ക് തിരിച്ച് തല്ലിയേ പറ്റൂ. നല്ല സ്ഥലത്താ വന്നേ. ഇവിടെ ഇത്തിരി ഫീസ് കൂടുതലാണ്. അതൊക്കെ നമുക്ക് പരിഹരിക്കാം. പിന്നെ ഇവിടെ നിന്ന് പഠിക്കേണ്ടി വരും. മനുഷ്യ, ഇനി വന്നേ. വരാമേ. നിന്ന് പഠിപ്പിക്കാനോ? ഇവിടെ രണ്ടുപേരുടെ ചെലവ് കഴിയുന്നത് എങ്ങനെയെങ്കിലും ഒക്കെ. ഇനി ഇവന്റെ ചെലവും കൂടെ നോക്കണോ? അവനെ കണ്ടാ അറിയാവും, നല്ല കാശുള്ള വീട്ടിലാണ്. നീ അല്ലേ പറഞ്ഞു ഇവിടെ ഒരു വേലക്കാരൻ വേണമെന്ന് കടയിൽ പോവാനൊക്കെ? ഇതാകുമ്പോ നമുക്കൊരു വേലക്കാരനായി മാസം മാസം പൈസ കണ്ടിട്ടൊരു പൊട്ടനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഇവിടെ വന്നത്. ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ആ പിന്നെ ഇവിടെ അഡ്വാൻസ് അതൊക്കെ നമുക്ക് ശരിയാക്കാന്നല്ലേ ഉള്ളു ഗുരുക്കളെ. എന്നാ ഇപ്പൊ ദർശനം വെച്ച് കേറിക്കോ. അല്ല ഗുരുക്കളെ, ഞാൻ വന്നപ്പോ വെളിയിൽ പ്രതിമ ഇരിക്കണല്ലേ? ഓ അതോ, അതെന്റെ അപ്പൂപ്പൻ ഗുരുക്കളാ. പേര് കേട്ട ഗുരുക്കളാണ്, കേട്ടിട്ടുണ്ടോ? കുളിർമാനസൻ ഗുരുക്കൾ. അപ്പൂപ്പ ഇപ്പൊ എവിടെയാണ്? അപ്പൂപ്പനെ ബ്രിട്ടീഷുകാർ ചതിച്ചു വന്നു. അപ്പൂപ്പനെ ഈ സാമൂതിരിയുടെ പടത്തലവനായിരുന്നു. ഇവർക്ക് ബ്രിട്ടീഷുകാരുമായിട്ട് 3 ദിവസത്തെ കപ്പൽ യുദ്ധം ഉണ്ടായിരുന്നു. കഠിനമായ കപ്പൽ യുദ്ധം. ബ്രിട്ടീഷ് കപ്പലിൽ ബ്രിട്ടീഷ് മേധാവിയായ ഫെഡറിക് സായിപ്പ് അല്ല, അത് ഞാനിപ്പോ പല്ല് പിടിക്കണ പറയുമ്പോ അല്ല, പല്ലിന്റെ ഇടയ്ക്കുള്ള കാറ്റും അതുകൊണ്ട് ക്ലിയർ ആവത്തില്ല. ഇപ്പൊ ക്ലിയർ അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെ കുറെ പട്ടാളക്കാരും. എന്നാൽ നമ്മുടെ കപ്പലിൽ അപ്പൂപ്പനും അപ്പൂപ്പന്റെ കുറെ പടയാളികളും. 3ാമത്തെ ദിവസം 2 കൂട്ടരും അങ്ങ് തളർന്നു
പോയി. അയ്യോ, സമാധാന ചർച്ചയ്ക്ക് വേണ്ടി മറ്റേ ബ്രിട്ടീഷ് മേധാവിയില്ലേ ഫെഡറിക് പുള്ളിക്കാരൻ ഒരു വെള്ളത്തുണി പൊക്കി കാണിച്ചു. അന്നാ നമ്മുടെ അപ്പൂപ്പന് വെള്ളത്തുണി പൊക്കി കറക്കാൻ കാണിച്ചു. അപ്പൊ തന്നെ ബ്രിട്ടീഷുകാരൻ നമ്മുടെ അപ്പൂപ്പനെ പീരങ്കിക്ക് വെടിവെച്ച് കൊന്നു. ജാതി കൊടുംജാതി പണ്ടേ ബ്രിട്ടീഷുകാർ അങ്ങനെയാണ്. ബ്രിട്ടീഷുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പെണ്ണുങ്ങളുള്ള കപ്പലിന് നേരെ ഉടുത്തിരുന്ന വെള്ളം മുണ്ടൂരി കറക്കി കാണിച്ച അവര് വെറുതെ വിടോ? പീരങ്കിക്ക് വെടിവെച്ചങ്ങ് തീർത്ത്. ഇന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് പുള്ളിയുടെ ഒരു നാണം കെട്ട മരണം. അതിന്റെ കൂടെ നീ ഇങ്ങനെ കളിയാക്കി. ഇതൊക്കെ തുടങ്ങി വെച്ചത് എന്റെ ചേട്ടനായിരുന്നു. ഓ, ചേട്ടന് കളരി അറിയാമോ? കളരി അറിയാമോ? ചേട്ടൻ കളരിക്കൊക്കെ ആശാനായിരുന്നു. ചേട്ടൻ ഒരു ദിവസം ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി വെള്ള മുണ്ടും വെള്ള ചട്ടയൊക്കെ ഇട്ട് ഇങ്ങനെ റോട്ടിലോട്ട് ഇറങ്ങിയതല്ല, ചീരിപ്പാനൊരു കാർ വന്നിട്ട് ചേട്ടൻ ഇതിനകത്ത് മൊത്തം ചെളിയാക്കി. അയ്യോ, ഇനിയിപ്പോ എങ്ങനെ കല്യാണത്തിനോ? ചേട്ടൻ കളരിയല്ലേ. ചേട്ടൻ ആ കാറിന് പുറകെ വെച്ച് പിടിച്ചിട്ട് തടഞ്ഞെടുത്തിട്ട് പറഞ്ഞു ഇറങ്ങാ വെളിയിലോട്ടൊന്ന്. നോക്കുമ്പോ ഒരാൾ ഇറങ്ങി വരുവാ. ആരാ? തിരുമാന്തളം ബാബു ആന്റണി. മറ്റേ കരാട്ട ഇല്ലേ, ബാബു ആന്റണിയാ? പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നതുമല്ല. ആരാ ഏതാ നോക്കണം. ചേട്ടൻ കാറിന്റെ ഒറ്റ കുത്ത് നെഞ്ചത്ത്. എനിക്ക് ആ ചേട്ടനെ ഒന്ന് കാണണം. ആ, തെക്കേപ്പുറത്ത് അടക്കിയിട്ടുണ്ട്. ബാബു ആന്റണി തൊട്ടാ ബാബു ആന്റണി വെറുതെ ഒറ്റ തൊഴിപ്പടലേക്ക് കിട്ടും. ഒന്ന് അലറാൻ പോലും പറ്റില്ല. നമുക്കിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കാതെ ദക്ഷിണ കൊടുത്തങ്ങ് തുടങ്ങാം. ദക്ഷിണ ഇല്ലേ? ഒരു മിനിറ്റ്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. അയ്യോ ഗുരുക്കളെ, തിരിഞ്ഞു ഞാനാണ്. ആര് പറഞ്ഞ തിരിഞ്ഞു പോയെന്ന്? എവിടെ തിരിഞ്ഞു പോയി? രസനല്ലേ, ഞാൻ ഒരു മുറ അങ്ങോട്ട് കാണിച്ചേ. ഇത് പിടിച്ചോ, എനിക്ക് ഇരിക്കട്ടെ. അതെന്താ എനിക്ക് ഇത് മാത്രം? അതുകൊണ്ട് ഉപയോഗമില്ല, ഇതുകൊണ്ട് ഉപയോഗമുണ്ട്. എന്നാ ഇത് വെച്ചാൽ അടുക്കള കയറി പോ, നീ അകത്താൻ കാണാം. ഇനി നമുക്ക് സൂര്യ നമസ്കാരം തുടങ്ങാം. അയ്യോ, അതെനിക്കറിയാം. എന്നാ ഒന്ന് കാണിച്ചേ. കാണിച്ചരാവേ. ഇങ്ങനെ അങ്ങോട്ട് ചെയ്യണം. കഴിഞ്ഞു. ഇങ്ങനെ ആയിരുന്നോ? അപ്പൊ ഇങ്ങനെയല്ലേ? അല്ല, ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്ക്. അപ്പൊ ഗുരുക്കൾ ഇങ്ങനെയല്ലേ ചെയ്യാറ്? ഞാൻ ഇങ്ങനെയല്ല, ഞാൻ വേറൊരു രീതി ഞാൻ ചെയ്യുന്നു. ഞാൻ രാവിലെ 6 മണിക്ക് എണ്ണിച്ചിട്ട് ജനാലെ അങ്ങ് തുറന്ന് സൂര്യനെ കണ്ടിട്ട് നമസ്കാരം ഉണ്ട് കേട്ടോ, അവിടെ തീർന്നു. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 6 മണിക്ക് ട്രെയിന് പോവാം, ബസ്സിന് പോവാം. നമുക്ക് എന്തെങ്കിലും കാര്യം കൊണ്ട് എളുപ്പം തന്നെ പോവാന്നേ. ആശാനെ, എനിക്ക് സൂര്യ നമസ്കാരം പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഞാൻ വന്നപ്പോഴേ പറഞ്ഞായിരുന്നു എനിക്ക് ഒരുത്തന്റെ അടുത്ത് പ്രതികാരം വീട്ടണമെന്ന്. എന്റെ അച്ഛനെ തല്ലിയവനേക്ക് തിരിച്ച് തല്ലിയേ പറ്റൂ. നിനക്ക് ഇത്ര അടുത്തൊരു വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ കഥ എന്നോട് പറ. അതാകുമ്പോ അവനെ ഒറ്റയടിക്ക് നിനക്ക് താഴെ ഇടാനുള്ള ട്രിക്ക് ഞാൻ നിനക്ക് പറഞ്ഞു ഇടാരാ. പറയാ ആശാൻ, ആ കഥ അറിയണോ? അല്ലേ? അറിയണം. കഴിഞ്ഞ വർഷം ഭൂതക്കുളം അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പൊ അവിടെ മര്യാദക്ക് കെട്ടുകാഴ്ചയും കണ്ട് ഐസൂറിക്കൊണ്ടിരുന്ന എന്റെ പാവച്ചന് ഒരു വൃത്തികെട്ട ഒരുത്തൻ കലയെ വാരി നിലത്തടിച്ച് അവനെ എനിക്ക് തിരിച്ച് പ്രതികാരം വീട്ടിയേ പറ്റൂ. അമ്പലത്തിന്റെ പേരെന്നാ? ഭൂതക്കുളം. അച്ഛന്റെ പേര് പീതാംബരൻ. ആഹാ, അപ്പൊ പീതാംബരന്റെ മോനാ? എന്റെ അച്ഛൻ അറിയാമോ? എന്താ മനുഷ്യ? അവൻ ആരെ തല്ലാൻ നീ വന്നേക്കുന്നറിയാവോ? ആരെ? എനിക്ക് ദർശനം തന്ന് ഞാൻ അവനെ എന്നെ തല്ലാൻ പഠിപ്പിച്ചു കൊടുക്കണോട് ഈ അടവുകള്. അയ്യോ, അതെന്ത് പറ്റി? കഴിഞ്ഞ ഉത്സവത്തിന് ഞാൻ ഒരുത്തനെ കയറി അടിച്ചില്ല, ആള് മാറി അവന്റെ മോനായി വന്ന് നിൽക്കുന്ന. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അവന് മനസ്സിലായത് നിങ്ങളാണെന്ന്. അവനെന്ന് പറഞ്ഞൂടാ. അഥവാ ഇനി അറിയുവാണെങ്കിൽ ഞാൻ 19ാമത്തെ അടവ് അങ്ങോട്ട് എടുക്കാം. 19ാമത്തെ അടവാ? അത് ആരും കണ്ടിട്ടില്ല. ഞാൻ 19ാമത്തെ അടവ് എടുക്കുമ്പോ നീ എന്റെ കൂടെ നിന്നോണം. അതൊക്കെ ഞാൻ ഏറ്റ്. എടാ മോനെ, ഇങ്ങ് വന്നേ. നിനക്കിപ്പോ അവനെ വൈരാഗ്യം ഉണ്ട്. എടാ, എനിക്ക് ആ കഥ കേട്ടത് തോന്നുന്നു അവൻ ആള് മാറി അടിച്ചതായിരിക്കാം. ചിലപ്പോ അവനെ വിട്ട് കളയാ. അതൊക്കെ വിട്ട് കളാ. പറ്റൂല, എനിക്ക് അവനെ തിരിച്ചടിച്ചേ പറ്റുള്ളൂ. അടിച്ചേ പറ്റൂ. അതെ, ഞാൻ ഒരു സത്യം പറയാം. നീ ദേഷ്യപ്പെടല്ലോ. എനിക്ക് ഒരു ദുർബല നിമിഷത്തിൽ നിന്റെ അച്ഛനെ അടിക്കേണ്ടി വന്നു. ഇതേതാ ഈ തെങ്ങ്? അയ്യോ, നീയായിരുന്നു. നീ ഇവിടെ നിന്നെ എന്തായാലും ഭാഗ്യമായി, അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ പറമ്പിൽ കണ്ടേ. നീ എന്റെ അച്ഛനെ തല്ലി അല്ലേടാ? എടാ, ഇനി നീ എന്നെ തല്ലിയ ഞാൻ എന്റെ 19ാമത്തെ അടവെടുക്കേണ്ടി വരും. ഇനി നിങ്ങൾ ചേട്ടനെ തല്ലിയ എന്റെ ചേട്ടൻ 19ാമത്തെ അടവെടുക്കും. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ പോയിക്കോ. എന്നെ കൊന്നാലും കുഴപ്പമില്ല, ഇയാളെ കൊന്നിട്ടേ ഞാൻ ഇവിടെ പോകും. എന്റെ 19ാമത്തെ അടവെടുക്കാൻ പോവാണ്. എങ്കിൽ എടുക്കടാ. എടാ, ഇതാണ് എന്റെ 19ാമത്തെ അടവ്. ഒന്ന് വാടി. Re
ഗമ ഗമ